ഹായ് ഗായ്സ്, മഴത്തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജ വീട്ടിലെത്തി എല്ലായിടത്തും പരിശോധന കഴിഞ്ഞു. പിന്നീട് ബാലചന്ദ്രന്റെ ലാപ്ടോപ്പിൽ അലീനയ്ക്ക് വേണ്ടി എത്ര കാശ് ചിലവാക്കിയിട്ടുണ്ട് എന്ന് നോക്കുന്നുണ്ട്. അതിൽ അലീനയ്ക്ക് 15 ലക്ഷത്തിന്റെ ആഭരണങ്ങൾ വാങ്ങിക്കൊടുത്തതും 17,000 രൂപയുടെ സാരി വാങ്ങിക്കൊടുത്തതിന്റെ ബില്ലുകളും കണ്ട് ഞെട്ടി വൈജ. ദേഷ്യം വന്ന് ലാപ്ടോപ്പ് എടുത്ത് നേരെ മക്കളുടെ അടുത്തേക്ക് വന്ന്, ഇതിനു വേണ്ടിയാ ഞാൻ കയറി വന്നത്. മറ്റവൾക്ക് എത്രയൊക്കെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട് എന്നറിയാൻ. കണ്ടോ, ബാലചന്ദ്രൻ 15 ലക്ഷത്തിന്റെ ആഭരണങ്ങളാണ് അലീനയ്ക്ക് വാങ്ങിക്കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ബബിത പറയുന്നത്, അതെല്ലാം ഞങ്ങൾ തന്നെയാണ് പോയി വാങ്ങി അലീന ചേച്ചിയെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഇടിച്ച് പറഞ്ഞയച്ചത് എന്ന് പറയുമ്പോൾ വൈജയ്ക്ക് സമാധാനമാകുന്നില്ല. ബാലചന്ദ്രന് എന്തിന്റെ സൂക്കേടാ എന്ന് മനസ്സിലാകുന്നില്ല. ഇത്രയും അധികം ഒരു വേലക്കാരിക്ക് പൈസ ചെലവാക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലായില്ല. ഈ 15 ലക്ഷത്തിന്റെ ആഭരണങ്ങളും 17,000 രൂപയുടെ സ്വർണവും കൊടുത്ത് അവളെ പറഞ്ഞയക്കാൻ ബാലചന്ദ്രനും അവളും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് മനു വരുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നത്, ആന്റിക്ക് എന്താ അറിയേണ്ടത്, അത് അങ്കിളോട് ചോദിച്ച് കിട്ടുന്നതൊക്കെ മേടിക്കേ എന്ന്. പിന്നീട് ഇവിടെ അലീന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പഴയ ഡ്രസ്സൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കാൻ സ്റ്റാൻലിയെ തിരഞ്ഞ് റൂമിലെത്തി. ഡോറ് തുറക്കുമ്പോൾ സ്റ്റാൻലി മദ്യം ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാൻ പോവുകയായിരുന്നു. അലീന അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് സ്റ്റാൻലി ആകെ വല്ലാതെയായി. ഗ്ലാസ് തിരികെ ടേബിളിൽ വെച്ച് അലീനയെ നോക്കി നിൽക്കുന്നതോടെ പ്രമോ അവസാനിക്കുന്നു. ഇനി അലീന പതുക്കെ സ്റ്റാൻലിയുടെ മുരട സ്വഭാവമൊക്കെ മാറ്റി ഒരു മനുഷ്യനാക്കി കൊണ്ടുവരണം. സ്നേഹം എന്ന മന്ത്രം കൊണ്ട് അലീനയ്ക്ക് അത് ഈസിയായി പറ്റും. കാത്തിരുന്ന് തന്നെ കാണാം. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.